ഞാനൊന്ന് ചോദിച്ചു, യോശുവേ, നിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്താ? എന്തുകൊണ്ടാ സ്വർഗ്ഗസ്ഥനായിരിക്കെ ദൈവം നിന്നെ തന്നെ തെരഞ്ഞെടുത്തത്? അതിന്റെ ഒന്നാമത്തെ കാരണം ഞാൻ പറയട്ടെ. യോശുവയുടെ ജീവിതമെന്ന് പറയുന്നത് മോശയോട് പറ്റിച്ചേർന്നിരുന്നു. എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാമോ? മോശയുടെ ഹൃദയസ്പന്ദനം വരെ യോശുവയ്ക്ക് അറിയാമായിരുന്നു. ദൈവം വിളിച്ചതായിരിക്കുന്ന വിളി, ദൈവം കൊടുത്തതായിരിക്കുന്ന വാഗ്ദത്തം, എങ്ങോട്ടാ ദൈവം നടത്തുന്നത്, ആരെയാണ് താൻ നയിക്കുവാനായിട്ട് പോകുന്നത്, ഇതെല്ലാം നന്നായിട്ട് മോശ അറിയാവുന്നത് പോലെ തന്നെ കൂടെ നിന്ന് മനസ്സിലാക്കിയതായിരിക്കും വ്യക്തിയാ യോശുവ. ഒരു പർട്ടിക്കുലർ സമയത്ത് 70 പേരെ തെരഞ്ഞെടുത്ത് 68 പേരും പാളയത്തിൽ, 68 പേരും ആ കൂടാരത്തിൽ കടന്നു വന്നു. 2 പേര് പാളയത്തിൽ ഇരുന്ന് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നു. ആ സമയത്ത് അവർ പ്രവചിപ്പാൻ ഇടയായിത്തീർന്നപ്പോൾ യോശുവ കടന്നു എന്ന് മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. യജമാനെ, നീ അവരെ സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കണം, മോശയോട് കൂടെ വളരെ ക്ലോസ് ആയിരുന്ന ഒരു മനുഷ്യൻ. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, ദൈവിക ഹോളി സ്പിരിറ്റ്, ദൈവികമാർക്ക് വിളി മനസ്സിലാക്കിയവൻ, ദൈവികമാർക്ക് തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കിയവൻ കൂടാരത്തെ വിട്ടുപിരിയാതെ കൂടാരത്തിലായിരിക്കും.